കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തും. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവദിന ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം എന്റെ 4-ാമത്തെ വാക്യം. സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വരുന്നു, കിരണങ്ങൾ അവന്റെ പാർശ്വത്തിൽ നിന്ന് പുറപ്പെടുന്നു, അവിടെ അവന്റെ വല്ലഭത്വം മറഞ്ഞിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവെഴുത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം വളരെ പ്രാധാന്യമേറിയ ഒരു പുസ്തകമാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അനവധി ശക്തമായ ദൈവിക ദൂതുകളും ദൈവിക ദർശനങ്ങളും സന്ദേശങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. തിരിച്ച് 3-ാം അധ്യായം എന്ന് പറയുമ്പോൾ ഹബക്കൂക്ക് പ്രവാചകൻ ഒരു പ്രാർത്ഥനയാണ്, ശക്തമായ പ്രാർത്ഥന. നല്ലൊരു കൂട്ടം ദൈവദാസന്മാരും ഈ ഹബക്കൂക്ക് പ്രവാചകന്റെ പ്രാർത്ഥന ആമേൻ പഠിപ്പിക്കാറുണ്ട്, പ്രസംഗത്തിലെടുക്കാറുണ്ട്. അങ്ങനെ വിവിധ നിലകളിൽ ഈ പുസ്തകം വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. പ്രൈസ്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത് ഹല്ലേലൂയ, ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 1, 2, 3 വാക്യങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ ഞാൻ വിവരിക്കാൻ വായിച്ചു പോകുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്നത് വിഭ്രമരാഗത്തിൽ ഹബക്കൂക്ക് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനാ ഗീതം. യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ടു ഭയപ്പെട്ടു പോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. ക്രോധത്തിൽ കരുണ ഓർക്കണമേ എന്നവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. പ്രവാചകന്റെ പ്രാർത്ഥന നിർഭരമായ ഒരു അനുഭവമാണ് ഇവിടെ കാണുന്നത്. ഹല്ലേലൂയ. 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ, സ്തോത്രം. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം തേമാനിൽ നിന്നും പരിശുദ്ധൻ പാറാൻ പർവ്വതത്തിൽ നിന്നും വരുന്നു എന്ന് കാണാൻ കഴിയും. അപ്പൊ 3-ാം വാക്യത്തിന്റെ ഹല്ലേലൂയ കാരണം നമ്മൾ പഠിച്ചാൽ ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ സീനായി പർവ്വതത്തിൽ വെച്ച് ദൈവം അവർക്ക് പ്രത്യക്ഷമായതിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ച് ആവർത്തന പുസ്തകം 33-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം വായിച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. എന്നാൽ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ, സ്തോത്രം. 4 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ പ്രത്യക്ഷത മൂലം ഭൂമിയിലുണ്ടായ പ്രതിഭാസങ്ങളെ വർണ്ണിക്കുന്നു. ദൈവത്തിന്റെ ശോഭ സൂര്യപ്രകാശം പോലെയാകുന്നു എന്ന് പ്രവാചകൻ പറയുക. ദൈവത്തിന്റെ ശോഭ എങ്ങനെയാണ്? സൂര്യപ്രകാശം പോലെയാണ്. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ ശോഭ, ദൈവിക പ്രകാശം, ദൈവത്തിന്റെ തേജസ്, ഹല്ലേലൂയ, ദൈവികത്തിന്റെ ശക്തിയൊക്കെ മനുഷ്യ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ, ഹല്ലേലൂയ, മനുഷ്യന്റെ അത് വെളിപ്പെടുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഹല്ലേലൂയ. കൽദയ പട്ടണമായിരുന്ന ഊരിൽ ഹല്ലേലൂയ തന്റെ അപ്പനായ തേരഹിനോട് കൂടെ ജീവിച്ച അബ്രഹാമിന്റെ സഹോദരങ്ങളും അബ്രഹാമിന്റെ അപ്പനായിരിക്കുന്ന മക്കളൊക്കെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്നവരായി. അങ്ങനെ ഇരുളടഞ്ഞ ജീവിതത്തിൽ ആയിരുന്ന അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ പ്രകാശം വന്നു കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ അതുവരെയുള്ള ജീവിതത്തിന്റെ ഇരുള് മാറി അബ്രഹാമിൽ ദൈവിക തേജസ് വെളിപ്പെട്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തിക്ക് വരുമ്പോൾ കാണുന്നത് തേജോമനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷമായി കാണുന്നത്. ഈ തേജോമനായ ദൈവം നീതിസൂര്യനായ കർത്താവ്, സൂര്യപ്രകാശം പോലെ അവന്റെ പ്രകാശം ഏത് പാപിയുടെ ഹൃദയത്തിലേക്ക് വന്നാലും, ഹല്ലേലൂയ, എത്ര ഇരുളടഞ്ഞ ജീവിതത്തിലേക്ക് വന്നാലും അവിടെ പ്രകാശം ഉണ്ടാകും. അവിടുത്തെ കറുപ്പ് മാറി അവിടെ വെളിച്ചം വീശുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ട് ശ്രോതാവേ, നിങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ ഇരുള്, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതം കറുത്ത് ഇരുണ്ട അനുഭവമാണോ? പ്രശ്നങ്ങൾ കൊണ്ടും പ്രതികൂലങ്ങൾ കൊണ്ടും പ്രതിസന്ധികൾ കൊണ്ടും നിവർന്നു നിൽക്കുവാൻ കഴിയാതെ ആമേൻ ജീവിതം തളർന്ന അനുഭവമാണോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ സൂര്യപ്രകാശം പോലൊരു ശോഭ നിനക്ക് വേണ്ടി ഉളവായി വരുന്നു. ഹല്ലേലൂയ. സൂര്യപ്രകാശം പോലൊരു ശോഭ നിന്റെ ജീവിതത്തിലേക്ക് വരുന്നു. ഏത് മനുഷ്യനും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായിരിക്കുന്ന യേശുക്രിസ്തു നിന്റെ ജീവിതത്തിലേക്ക് വരുന്നു. ഒരുപക്ഷെ നീ പ്രതിസന്ധിയിലായിരിക്കാം, നിയമത്തിന്റെ ഗുരുക്കിലായിരിക്കാം, കെണികളിലായിരിക്കാം. ഒരുപക്ഷെ ലോകം പറഞ്ഞ് നിനക്കിനി പുറത്തു വരുവാൻ കഴിയില്ല, നീ എന്നുവെന്നേക്കും ഇരുളിന്റെ അനുഭവ തട്ടവറയിലായിരിക്കും നിന്റെ ജീവിതം എന്നൊക്കെ
പിശാച് നിനക്കെതിരെ മന്ത്രിക്കുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമായ ദൂത്, സൂര്യപ്രകാശം പോലെ ഒരു ശോഭ, ഹല്ലേലൂയ, ഉളവായി എന്ന് കിരണങ്ങൾ അവന്റെ പാർശ്വത്തുനിന്ന് പുറപ്പെടുന്നു. ഹല്ലേലൂയ, അവിടെ അവന്റെ വല്ലഭത്വം മറഞ്ഞിരിക്കുന്നു. അതെ, നിനക്ക് വേണ്ടി അവൻ ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയമായി. രക്തജയം. ഇന്ന് പകൽ ഈ ദൈവ ദൂത് കേൾക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ ദൂത് കേൾക്കുന്ന ചിലരോടൊക്കെ ആത്മാവിൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നത്, നിന്റെ ജീവിതത്തിലെ ഇരുളടഞ്ഞ ജീവിതത്തെ ദൈവം മാറ്റിയെടുത്തി. ഹല്ലേലൂയ, ആമി സ്തോത്രം, ദൈവിക വെളിച്ചത്താൽ നിന്നെ നിറയ്ക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, നിന്റെ തകർച്ചയെ മാറ്റി, നിന്റെ പ്രതിസന്ധിയെ മാറ്റി, നിന്റെ പ്രശ്നങ്ങൾ നിന്നെ വിടിവിച്ച് ആമി നിന്നെ ഉന്നതമായ നിലയിലേക്ക് കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യാം. നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവം മറുപടി നൽകാൻ പോവുകയാണ്. ഹല്ലേലൂയ, അതാണ് ദൈവത്തിന്റെ വചനം വായിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ ശോഭ സൂര്യപ്രകാശം പോലെ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിലേക്ക് വെളിപ്പെടുകയാണ്. അത് നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ജോലിയിൽ, നിന്റെ ബിസിനസ്സിൽ, നീ കടന്നു പോകുന്ന സങ്കടകരമായ വിഷയത്തിൽ ദൈവത്തിന്റെ ശോഭ സൂര്യനെ പോലെ അതിനകത്ത് പ്രകാശിച്ചിറങ്ങും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഇപ്പോൾ നാം ദൈവവചനം വായിക്കുമ്പോൾ കഴിഞ്ഞ ചില ദിവസങ്ങളായി നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കുവാനായി വേദപുസ്തകത്തിൽ നിന്ന് അനേക സന്ദേശങ്ങൾ നാം വായിക്കുകയും പഠിക്കുകയും പ്രസംഗിക്കുകയും ശുശ്രൂഷിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എഴുന്നേറ്റ് പ്രകാശിക്കുമുള്ള വഴികൾ എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. പലരും ചിന്തിക്കുന്നത്, എനിക്ക് എഴുന്നേറ്റ് പ്രകാശിക്കണം, അതിനുള്ള വഴികൾ എന്താണ്, അതിനുള്ള മാർഗം എന്താണ്? പലരും എഴുന്നേറ്റ് പ്രകാശിക്കാൻ വേണ്ടി വഴികളും മാർഗങ്ങളും അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് നാളുകളും കാലങ്ങളും വർഷങ്ങളുമായി. ഇന്നും അവർക്ക് എഴുന്നേറ്റ് പ്രകാശിക്കാൻ കഴിയാതെ ഇരുളടഞ്ഞ ജീവിതത്തിൽ അന്ധകാരത്തിന്റെ അധീനതയിൽ വീണ് പാപത്തിന്റെ ചുഴിയിൽ നിന്നും നെടുവീർപ്പോടെ കിടക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, പരിശുദ്ധാത്മാവ് പറയുന്നത്, ഈ ലോകത്തിന്റെ പാപമാകുന്ന ചുഴിക്കകത്ത് ഇതിനകത്ത് നീ വീട് കിടന്നുരുളാതെ നീതി സൂര്യനായിരിക്കുന്ന യേശുവിൽ നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ, സൂര്യപ്രകാശം പോലൊരു ശോഭ നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ നിങ്ങൾ ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അപ്പൊ ആദ്യമായി നിങ്ങളെ പ്രകാശിപ്പിക്കുവാൻ, അല്ലെങ്കിൽ പ്രകാശിപ്പിക്കുവാൻ കർത്താവിനെ നിങ്ങൾ അറിയണം. നിങ്ങളെ പ്രകാശിപ്പിക്കുന്നത് കർത്താവാ. കർത്താവ് നിങ്ങളെ പ്രകാശിപ്പിക്കണമെങ്കിൽ നിങ്ങൾ കർത്താവിനെ അറിയണം. ഹല്ലേലൂയ. കർത്താവിനെ അറിയുക എന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. ഹല്ലേലൂയ. കർത്താവിനെ അറിഞ്ഞപ്പോലെ അവനെ മനസ്സിലാക്കണം. കർത്താവിനെ അറിഞ്ഞ് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമായില്ല, യേശുവിനെ രുചിച്ചറിയണം. ഹല്ലേലൂയ. അപ്പൊ ആ കർത്താവിനെ അറിയണം, മനസ്സിലാക്കണം, രുചിച്ചറിയണം. അങ്ങനെയുള്ള വ്യക്തിക്കാണ് എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ കഴിയുന്നത്. ഇന്ന് പലരും കർത്താവിനെ അറിഞ്ഞു മനസ്സിലാക്കി അനുഭവിച്ചറിയുവാൻ രുചിച്ചറിയുവാൻ കഴിയാത്തത് കൊണ്ട് ഇന്നും അവരുടെ ജീവിതം ഇരുളിന്റെ അനുഭവത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ എവിടെയാണ് ഇരുൾ വ്യാപരിക്കുന്നത്? നിന്റെ ജീവിതത്തിൽ എവിടെയാണ് സങ്കടം നിറഞ്ഞു നിൽക്കുന്നത്? നിന്റെ ജീവിതത്തിൽ എവിടെയാണ് ദുഃഖം തളം കെട്ടി നിൽക്കുന്നത്? നിനക്ക് സമാധാനമില്ലാത്ത വിഷയം ഏതാണ്? അതിന്റെ നടുവില് ഇന്ന് പകൽ സൂര്യപ്രകാശം ഒരു ശോഭ ഇറങ്ങി വന്ന് നിന്റെ ആ പ്രശ്നത്തിനകത്ത് മറുപടി നൽകാൻ ദൈവം ആഗ്രഹിക്കുക. ഒരുപക്ഷെ നീ രോഗിയായിരിക്കാം, ഒരുപക്ഷെ നീ ഭാരപ്പെടുന്ന വിഷയം വളരെ കണ്ണുനീർ കൊണ്ട് നിറയപ്പെട്ടതായിരിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്ന, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, നിന്റെ ജീവിതത്തിനകത്ത് ഇന്നൊരു അത്ഭുതം സംഭവിക്കും. രക്തം ചെയ്യും. വിശ്വസിക്കുന്നെങ്കിൽ ആ കരങ്ങളൊക്കെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇവിടെ വചനം പറയുന്നത്, നിങ്ങൾ കർത്താവിനെ വ്യക്തമായി മനസ്സിലാക്കണം. ലോകത്തിലേക്ക് വന്ന് ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യം വെളിച്ചം യേശുക്രിസ്തുവാണ്. ഈ ലോകത്തിലേക്ക് വന്ന ഏത് മനുഷ്യനെ പ്രകാശിപ്പിച്ച സത്യ വെളിച്ചം യേശുക്രിസ്തുവാണ്. അത് നിങ്ങളൊന്ന് യോഹന്നാന്റെ സുവിശേഷം, ഹല്ലേലൂയ, യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ 1-ാം അധ്യായം വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏത് മനുഷ്യൻ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം യേശുക്രിസ്തുവാണത്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രകാശം സൂര്യനെ പോലെ പ്രകാശിക്കുന്നുവെന്നാ. ഒരു കണക്ക് പറഞ്ഞാൽ 1000 സൂര്യന്മാർ ഒന്നിച്ചു ഉദിച്ചു നിന്നാലും അതിനേക്കാൾ എത്രയോ 10 മടങ്ങാണ് യേശുക്രിസ്തുവിൻ നമുക്ക് വെളിപ്പെടുന്ന പ്രകാശം എന്ന് പറയുന്നത്. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നീതി സൂര്യനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നോക്കണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. രക്തം ചെയ്യും. എന്താണ്? നീതി സൂര്യനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ.
അതുകൊണ്ടാണ് നമ്മൾ സങ്കീർത്തന പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്. സങ്കീർത്തന പുസ്തകം 34 അധ്യായം അല്ലെങ്കിൽ അതിന്റെ 5-ാമത്തെ വാക്യം വായിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതനായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല. അല്ലേരി, അത് നമ്മുടെ കർത്താവിലേക്ക് നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. അവർ പ്രകാശരായി മാറി. അവരുടെ ജീവിതത്തിനകത്ത് നിറഞ്ഞിരുന്ന സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ അനുഭവങ്ങളെല്ലാം മാറ്റി അവരുടെ മുഖത്ത് സന്തോഷത്തിന്റെ അനുഭവം കൊടുത്തു. ദൈവത്തിന്റെ വചനം പറയും, നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എന്റെ രട്ടഴിച്ചെന്നെ സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തനം 30:11 കാണുന്നുണ്ട്. അത് നിന്റെ വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവം. ഹല്ലേലൂയ. നിന്റെ രട്ടഴിച്ച് നിന്റെ സന്തോഷം ഉടിപ്പിക്കുന്ന ദൈവം. ഇന്നലകളിൽ വരെ, ഈ സമയം വരെ നീ അനുഭവിച്ച എല്ലാ പ്രതികൂലത്തിൽ നിന്നും നിന്നെ വിടുവിച്ച്, നിന്നെ പുറത്തെടുത്ത്, നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ജോലിയിൽ, നിന്റെ കൃഷിയില്, നിന്റെ നന്മയിൽ, നീ ആയിരിക്കുന്ന സ്ഥാനത്ത്, ദേശത്ത്, രാജ്യത്തിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുന്നു. രക്തം ചെയ്യും. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വൈദ്യരെയും ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. രക്തം ചെയ്യും. വല്ലേരി. അപ്പം ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നു എന്നാണ് ഞാൻ ദൈവത്തിന്റെ വചനത്തിലൂടെ പറയുന്നത്. അല്ലെങ്കിൽ ഹബക്കൂക്ക് പ്രവാചകന്റെ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥനയാണ്. അനവധി പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് കേട്ട് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പല മെസ്സേജുകളും കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഈ വചനം നിങ്ങൾ ഏറ്റെടുക്കുന്നെങ്കിൽ ജീവിതത്തിനകത്തൊരു വിടൽ നടക്കും. കാരണം അവങ്കിലേക്ക് നോക്കി പ്രകാശിതരുടെ മുഖവും ലജ്ജിച്ചു പോതില്ല. വിശ്വാസത്തോടു കൂടെ ആരെല്ലാം ദൈവത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ വിശ്വാസത്തോടു കൂടെ ആരെല്ലാം ദൈവത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിലും അവരെല്ലാം അതാത് കാലങ്ങളിൽ അല്ലേലിയ പ്രകാശിതരായി മാറിയിട്ടുണ്ട്. എന്നാൽ അവരവരിലേക്ക് നോക്കുന്നവരെല്ലാം നിരാശരായി മാറും. കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കുന്നവർ ഏത് കാലഘട്ടത്തിലും പ്രകാശിതരായി മാറും. അല്ലേരിയ. എന്നാൽ നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കിയാൽ, നിങ്ങൾ മനുഷ്യരിലേക്ക് നോക്കിയാൽ, ദൈവത്തിന്റെ സൃഷ്ടികളിലേക്ക് നോക്കിയാൽ നിങ്ങൾ നിരാശരായി മാറും. അതുകൊണ്ടാണ് നിങ്ങൾ സൃഷ്ടാവിനെ നോക്കണമെന്ന് പറയുന്നത്. രക്തം ചെയ്യും. ഈ കാണുന്ന മുഴുഭൂമിയെ സൃഷ്ടിച്ചവൻ, ഈ അണ്ടകടാകത്തെ നിർമ്മിച്ചവൻ, അഖിലാണ്ടത്തിന്റെ ഉടയവൻ, ഈ ബ്രഹ്മാണ്ടത്തെ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ആമിൽ നിയന്ത്രിക്കുന്നവൻ, ഈ ഭൂമിയെ ആമിൽ നല്ല വൃക്ഷലതാദികൾ കൊണ്ട്, നല്ല പച്ചപ്പ് കൊണ്ട് അലങ്കരിച്ച് മനോഹരമായ രീതിയിൽ നമ്മെ ഈ ഭൂമിയിലാക്കി വെച്ച് നമുക്ക് അനുദിനം ദൂരം വീഴുന്ന ഓക്സിജൻ തന്ന്, നമുക്ക് വീഴുന്ന വെള്ളം തന്ന്, നമുക്ക് വീഴുന്ന ആരോഗ്യം തന്ന്, സൗഖ്യം തന്ന് നമ്മെ നടത്തുന്നവരായി യേശുവിനെ നീ നോക്കിയാൽ അല്ലേലിയ നിന്റെ ജീവിതം പ്രകാശമായി മാറും. രക്തം ചെയ്യും. അല്ലേലിയ. അതുകൊണ്ടാണ് നീ നിന്നിലേക്ക് നോക്കരുത്, അവരിലേക്ക് നോക്കരുത്, മറ്റൊന്നിലേക്ക് നോക്കരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. സ്തോത്രം. ഇവിടെ ഞാൻ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ ഇങ്ങനെ സാധു സുന്ദർ സിംഗിനെ കുറിച്ച് കണ്ടു. ഒരു ശക്തനായ പ്രഭാഷകൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാ. അവിടെ ഇങ്ങനെ ഇരിക്കുന്നു: സാധു സുന്ദർ സിംഗ് വടക്കേ ഇന്ത്യയിലെ വനപ്രദേശങ്ങളിൽ കൂടി പോയിരുന്നപ്പോൾ ഒരു കൊള്ളക്കാരൻ വലിയ കത്തിയുമായി എതിർവശത്ത് വന്നു നിന്നു. സാധു സുന്ദർ സിംഗിന്റെ ജീവിതാനുഭവങ്ങൾ വളരെ നമ്മെ വലിയ വേദനിപ്പിക്കുന്നതും വളരെ ആത്മീയമായി നമ്മെ നിറയ്ക്കുന്നതും വളരെ അനുഭവങ്ങളുള്ളതുമാണ്. അദ്ദേഹം ഇന്ത്യയിലെ വനപ്രദേശത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കൊള്ളക്കാരൻ അല്ലെങ്കിൽ കത്തിയുമായി, വലിയ കത്തിയും അദ്ദേഹത്തിന്റെ എതിർ വന്നു നിന്നു. അദ്ദേഹം അവന്റെ മുമ്പിൽ കുനിഞ്ഞു നിന്ന് കൊടുത്തു. സാധു സുന്ദർ സിംഗ് ആ കൊള്ളക്കാരന്റെ മുമ്പിൽ, ആ കത്തിയുടെ മുമ്പിൽ കുനിഞ്ഞു നിന്ന് കൊടുത്തു. മറ്റ് യാതൊരു മാർഗവുമില്ല. കുനിഞ്ഞു നിന്ന് അവന്റെ തല കാണിച്ചു കൊടുത്തു. എന്നാൽ അവനോ, ആ കൊള്ളക്കാരനോ സാധു സുന്ദർ സിംഗിന്റെ തല വെട്ടിയില്ല. അല്ലേലി വെട്ടിയില്ല. സാധു സുന്ദർ സിംഗിനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. പിന്നീട് അദ്ദേഹത്തിനെ താൻ താമസിക്കുന്ന ഗുഹയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പൊ ഈ വലിയ കൊള്ളക്കാരൻ വലിയ കത്തിയുമായിട്ടൊക്കെ വന്ന് സാധു സുന്ദർ സിംഗിനെതിരെ നിന്നപ്പോൾ സാധു സുന്ദർ സിംഗിന് മനസ്സിലായി, എന്റെ ജീവൻ ഇവിടെ വെച്ച് തീരുകയാണ്, ഇനി മുന്നോട്ട് യാത്രയില്ല. അതുകൊണ്ട് സാധു സുന്ദർ സിംഗ് തല കുടിച്ച് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. ഈ കൊള്ളക്കാരൻ എന്ത് ചെയ്തു? സാധു സുന്ദർ സിംഗിന്റെ തല വെട്ടാതെ അദ്ദേഹത്തെ തന്നെ നോക്കിക്കൊണ്ടു നിന്നു. അല്ലേലിയ. ഒടുവിൽ ആ സാധു സുന്ദർ സിംഗിനെ അദ്ദേഹത്തിന്റെ വലിയ ഗുഹയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ ഗുഹയിൽ അദ്ദേഹം കണ്ട കാഴ്ച ഹൃദയത്തെ മരവിപ്പിക്കുന്നതായിരുന്നു. സാധു സുന്ദർ സിംഗ് ആ ഗുഹയിൽ കണ്ട കാഴ്ച തന്റെ ഹൃദയത്തെ മരവിപ്പിക്കുന്നതായിരുന്നു. അല്ലേരി. എങ്ങോട്ട് നോക്കിയാലും എല്ലുകളും തലയോടുകളും നിറഞ്ഞ ദുർഗന്ധം
വമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗുഹ. ലേലിയ എങ്ങോട്ട് നോക്കിയാലും എല്ലുകളും തലയോട്ടുകൾ കൊണ്ടും നിറയപ്പെട്ട് ദുർഗന്ധം വമിക്കുന്ന ഒരു ഗുഹ. ലേലിയ അത്രമാത്രം മനുഷ്യനെ കൊന്നൊടുക്കിയ ഒരു നരഭോജിയായിരുന്നു ഈ കൊള്ളക്കാരൻ. അല്ലേരിയ ആമൻ. എന്നിട്ട് അല്ലേരിയ അങ്ങനെ എന്റെ ദുർഗന്ധം വീശിക്കൊണ്ട് എന്നിട്ട് ഈ കൊള്ളക്കാരൻ പറയാ, സാറേ ആമൻ, താങ്കളെ കാണുമ്പോൾ എന്തോ എനിക്ക് പാപബോധം തോന്നുന്നു. അല്ലേ ആ കൊള്ളക്കാരൻ പറയാ, സാറേ നിങ്ങളെ കാണുമ്പോൾ എനിക്കെന്തോ പാപബോധം തോന്നുന്നു. അല്ലേരിയ ആമി, ഇത്ര വലിയ ക്രൂര പാപിയായ എനിക്ക് പാപമോചനം ഉണ്ടോ എന്ന് അദ്ദേഹം സാദർ സുന്ദർ ഹിസ്സയിലോട് ചോദിച്ചു. അല്ലേരിയ ആ കുലപാതകൻ ചോദിച്ചു. അതിന് സാദർ സുന്ദർ സിംഗ് യേശുക്രിസ്തുവിന്റെ കാൽവരി സ്നേഹത്തെ കുറിച്ച് വിവരിച്ചുകൊണ്ട്, അല്ലേരിയ ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിനെ താങ്കൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നെങ്കിൽ താങ്കളുടെ പാപത്തെ ക്ഷമിച്ച്, അല്ലേലൂയ, യേശുവിന്റെ രക്തത്താൽ നിങ്ങളെ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിച്ച് നിങ്ങൾക്ക് ദൈവത്തിന്റെ മകനായി മാറാൻ കഴിയുമെന്ന് സാധു സുന്ദർ സിംഗ് കൊള്ളക്കാരനോട് പറഞ്ഞു. അല്ലേലൂയ. കണ്ടോ, ആമി സാദർ സുന്ദർ സിംഗിന്റെ ജീവിതത്തിൽ നാം ഏത് മനുഷ്യനും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായി യേശുക്രിസ്തുവിന്റെ പ്രകാശം സുന്ദർ സിംഗിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ആ വലിയ കൊള്ളക്കാരൻ അല്ലെങ്കിൽ സാദർ സുന്ദർ സിംഗിന്റെ മുമ്പിൽ ആമി നിലയെ വിധേയപ്പെടേണ്ടി വന്നു. അങ്ങനെ സാദർ സുന്ദർ സിംഗ് അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു, യേശുവിന്റെ സ്നേഹം പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ രക്ഷ പറഞ്ഞു, മാനസാന്തരത്തെ കുറിച്ച് പറഞ്ഞു. അല്ലേലിയ. അങ്ങനെ ആ കുലപാതകന്റെ ജീവിതത്തിൽ ജീവന്റെ വെളിച്ചമായി, അല്ലേലിയ, ക്രിസ്തുവിന്റെ തേജസ്, ക്രിസ്തുവിന്റെ പ്രകാശം വന്നു. അല്ലേലിയ സ്തോത്രം, അല്ലേലിയ സ്തോത്രം. അവനെ മുഴുവൻ പ്രകാശിപ്പിച്ചു. ഒന്ന് ഓർമ്മ വയ്ക്കുക, ഏത് പാപിയെ പ്രകാശിപ്പിക്കുന്നതാണ്, ഏത് പാപിയെ രക്ഷയിലേക്ക് നയിക്കുന്നതാണ്, ഏത് പാപിക്ക് മാനസാന്തരം കൊടുക്കുന്നതാണ്, ഏത് ദുർഗന്ധം പിടിച്ചവനായിരുന്നാലും, ഏത് ദുഷ്ടത പിടിച്ചിരുന്നവനായിരുന്നാലും, അല്ലേലിയ, യേശുക്രിസ്തുവിന്റെ പ്രകാശം അവന്റെ ഉള്ളിൽ വന്നാൽ അവൻ മാനസാന്തരപ്പെടും, രക്തം ചെയ്യും. എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, നമ്മുടെ ഉള്ളിൽ ശോഭിക്കുന്ന യേശുക്രിസ്തു ആകുന്ന പ്രകാശം മറ്റൊരു പാപിക്ക് മാനസാന്തരം കൊടുക്കുന്നതായിരിക്കണം. രക്തം ചെയ്യും. അല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിന്റെ പ്രകാശം നിന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ, ക്രിസ്തു ആകുന്ന വെളിച്ചം നിന്നിൽ വന്നു കഴിയുമ്പോൾ, അല്ലേലൂയ, ആമേൻ, നിന്റെ അരികിൽ കടന്നു വരുന്നവരെ അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന, മടക്കി കൊണ്ടുവരുന്ന, പാപബോധം കൊടുക്കുന്ന, അവർക്ക് ദൈവസ്നേഹം പകർന്നു കൊടുക്കുന്ന, ദൈവ സാന്നിധ്യം പകർന്നു കൊടുക്കുന്ന ഒരു വലിയ ശുശ്രൂഷ നിന്നിൽ വെളിപ്പെടണം. അല്ലേലൂയ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് വെളിച്ചം പകരാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ? സൂര്യപ്രകാശം പോലൊരു ശോഭ ഉളവായി വരുന്നു. കിരണങ്ങൾ അവന്റെ പാർശ്വത്തുനിന്ന് പുറപ്പെടുന്നു. അവിടെ അവന്റെ വല്ലഭത്വം മറഞ്ഞിരിക്കുന്നു. രക്തം ചെയ്യും. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിൽ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്. അല്ലെങ്കിൽ അപ്പം ദൈവത്തിന്റെ വചനം എന്തൊക്കെ പറയുന്നത് അതിശ്രേഷ്ഠകരമായതാണ്. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കർത്താവിനെ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നോക്കുന്ന സകല മുഖവും തീർച്ചയായും പ്രകാശിക്കുമെന്നാണ്. അല്ലേ? കർത്താവിനെ പ്രത്യാശയോടും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നോക്കുന്ന ഏത് മുഖവും തീർച്ചയായും പ്രകാശിക്കും. അല്ലേ? അതിനെക്കുറിച്ച് 34 സങ്കീർത്തനം അതിന്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. അല്ലേലിയ. അപ്പൊ നമ്മുടെ ഹൃദയം എന്താണ്? യഹോവയിൽ. നമ്മുടെ ഉള്ളം എന്താണ്? യഹോവയിൽ പ്രശംസിക്കണം. അല്ലേലിയ. എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്തൊക്കെ പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന പ്രിയസ്നേഹിത, ഇവിടെ ദൈവം 2-ാം വാക്യത്തിൽ നമ്മുടെ സ്തുതിഗീതം മറ്റുള്ളവർ ഏറ്റുപാടാൻ കാരണമാകുമെന്ന് പറയുക. അത് നിന്റെ ഉള്ളിലുള്ള പ്രകാശം നീ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. യേശുക്രിസ്തുവാകുന്ന പ്രകാശം നിന്റെ ഉള്ളിൽ തന്ന നിന്റെ ലോകത്തിന്റെ വെളിച്ചമായി ഈ ഭൂമി വെച്ചിരിക്കുന്നത് സാധു സുന്ദർ സിംഗിന്റെ മുമ്പിൽ വന്ന വലിയ കൊള്ളക്കാരന്റെ മാനസാന്തരം പോലെ നീ കടന്നിരുന്ന മേഖലയിൽ നിന്നേക്കാൾ വലിയ വാമ്പന്മാർ, വലിയ ദുഷ്ടന്മാർ, ശത്രുക്കൾ നിനക്ക് നേരെ എതിർപ്പെടുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് നിന്റെ ഉള്ളിൽ കിടക്കുന്ന പ്രകാശം പടരണം.
നിന്റെ ഉള്ളിൽ കിടക്കുന്ന പ്രകാശം പടർന്നെങ്കിൽ മാത്രമേ അവനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ, പാപബോധം ഉണ്ടാകുള്ളൂ. നീ പ്രകാശമില്ലാത്തവനാണെങ്കിൽ, ഇല്ലാത്തവളാണെങ്കിൽ, നിന്റെ ഉള്ളിലെ പ്രകാശം കെട്ടുപോയതാണെങ്കിൽ ശത്രു നിന്നെ വകവരുത്തുക തന്നെ ചെയ്യും. വല്ലേരി അതുകൊണ്ട് ശത്രു നമ്മളെ വകവരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രകാശം നമ്മളിലേക്ക് വെളിപ്പെടുന്നത്. രക്തം ചെയ്യാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മനസ്സിലേക്ക് കർത്താവിന്റെ സ്ഥലേക്ക് മടങ്ങി വരാം. വീണ്ടും ദൈവത്തിന് വചനം വായിക്കുകയും കാണുന്നുണ്ട്. ലേലിയ ഇന്ന് അനേകർ തങ്ങളെ പ്രകാശിപ്പിക്കുന്ന കർത്താവിലേക്ക് നോക്കാതെ ലോകത്തിന്റെ ഉല്ലാസങ്ങളിലേക്കും ലോക സംസ്കാരങ്ങളിലേക്കും അശ്ലീല നൃത്തങ്ങളിലേക്കും നോക്കുകയാ. അല്ലെ, ഇന്ന് അനേകരും അങ്ങനെ. ഏത് മനുഷ്യൻ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായിരിക്കുന്ന യേശു ക്രിസ്തുവിലേക്ക് നോക്കാതെ ഇന്ന് അനേകർ ഈ ലോകത്തിന്റെ ഉല്ലാസമോഹങ്ങളിലേക്ക് നോക്കുക. ഞായറാഴ്ചത്തെ ആരാധന വേണ്ടെന്ന് വെച്ച്, ഞായറാഴ്ചത്തെ സ്തുതി സ്തോത്രങ്ങൾ വേണ്ടെന്ന് വെച്ച്, ദൈവത്തോട് ചേർന്ന്, ദൈവമക്കളോട് ചേർന്ന്, ദൈവസഭയോട് ചേർന്ന് ആരാധിക്കുന്ന അനുഭവങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഈ ലോകത്തിന്റെ ഉല്ലാസമോഹങ്ങളിലേക്ക് ജനം പോയി തുടങ്ങി. ഇവിടുത്തെ പാപസുഖങ്ങളിലേക്ക് പോയി തുടങ്ങി. ഇവിടുത്തെ കൂട്ടുകെട്ടിലേക്ക് പോയി തുടങ്ങി. അത് മുഖാന്തരം കുടുംബത്തിനകത്തും ജീവിതത്തിൽ ഇരുള് വ്യാപരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അവിടെ കേൾക്കുന്ന പ്രശ്നേകത, നീതി സൂര്യനായിരിക്കുന്ന കർത്താവിലേക്ക് നോക്കുന്നതിന് പകരം ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ നീ നോക്കരുത്. ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത്തെ കൂട്ടം എന്താണ്? ഈ ലോകത്തിന്റെ ഉല്ലാസമുഖങ്ങളിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ജനം ഈ ലോകത്തിന്റെ സംസ്കാരങ്ങൾക്കകത്തകപ്പെട്ട് ഇവിടുത്തെ സംസ്കാരത്തിനനുസരിച്ചുള്ള ജീവിതം, അല്ലെങ്കിൽ മാറി മാറി വരുന്ന ഭാഷകൾ, മാറി മാറി വരുന്ന ഓരോരോ മാറ്റങ്ങൾ, ഓരോരോ കോലംകെട്ടുകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ, അതിനകത്ത് ജനം ഇഴുകി ചേർന്ന് ദൈവത്തിനകന്ന് ഈ ലോകത്തിന്റെ സംസ്കാരങ്ങളിലേക്ക് ജനത്തിന്റെ കണ്ണുകൾ തിരിയുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കും എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ കഴിയില്ല. മൂന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് അശ്ലീല നൃത്തങ്ങളിലേക്ക് നോക്കുകയാണ്. അല്ലെങ്കിൽ മൂന്നാമത്തെ കൂടെ എന്ന് പറഞ്ഞാൽ അശ്ലീലമായ നൃത്തങ്ങളിലേക്ക് നോക്കുന്നു. നമുക്കറിയാം, നമ്മുടെ കൺമുമ്പിൽ എങ്ങോട്ട് നോക്കിയാലും മനുഷ്യന്റെ മനസ്സിനെ കവർന്നെടുക്കുന്ന, മനുഷ്യന്റെ ഹൃദയത്തെ കവർന്നെടുക്കുന്ന, മനുഷ്യന്റെ ജീവിതത്തിൽ മോഹം കൊണ്ടെത്തരുന്ന, അവരുടെ ജീവിതത്തിൽ അശ്ലീലമായ നൃത്തങ്ങൾ കാണിക്കുന്ന അനവധി ബ്ലോക്കുകൾ, പിക്ചറുകൾ, അനവധി സാധനങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അത് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിലായിരുന്നാലും, നമ്മൾ വീട്ടിലുപയോഗിക്കുന്ന TV-യിലായിരുന്നാലും, നമ്മുടെ കമ്പ്യൂട്ടറായിരുന്നാലും, നമ്മൾ ഏത് മേഖലയിൽ നോക്കുകയെ അശ്ലീലങ്ങളിലേക്ക് നമ്മെ നയിക്കുന്ന നൃത്തങ്ങൾ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ശ്രോതാവ്, ഇനി അതിലേക്കൊന്നും വീണ് പോകരുത്. സാധുർ സുന്ദർ സിംഗിനെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം ഒരിക്കലും ലോകമോഹങ്ങളിലേക്ക് പോയ വ്യക്തിയല്ല, ലോകത്തിന്റെ സംസ്കാരങ്ങൾക്കനുസരിച്ച് പോയ വ്യക്തിയല്ല. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരിക്കൽ പോലും ഈ ലോകത്തിന്റെ അശ്ലീല നൃത്തങ്ങൾ കടന്നു വന്നില്ല. സൂര്യപ്രകാശം ഒരു ശോഭ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സുവിശേഷവുമായി ഇന്ത്യയിലെ വിവിധ ഗ്രാമപ്രദേശങ്ങൾ, വനാന്തരങ്ങളിൽ സഞ്ചരിച്ച് തൽഫലമായി ഒരു വലിയ കൂട്ട ജനത്തെ ക്രിസ്തുവിലേക്ക് നടത്തുവാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ അങ്ങനെ ചില ആളുകൾ, പിന്നെ ഒരു കൂട്ടർ എന്ന് പറയുന്നത് പലതര ഇച്ഛകളിൽ അകപ്പെട്ട്, അല്ലെങ്കിൽ പലരും പലവിധമായ ഇച്ഛകളിൽ അകപ്പെട്ട്, അല്ലെങ്കിൽ ഹിപ്പികളെ പോലെയും കാട്ടുകഴുതകളെ പോലെയും മനസ്സും മാംസവും ആഗ്രഹിക്കുന്നവ ചെയ്തത് കൊണ്ട് ഇരുളിലേക്ക് അതിവേഗം പ്രവേശിക്കുന്നു. ഇന്നത്തെ നമുക്ക് ഒരുപാട് ഹിപ്പികൾ, പലതര ഇച്ഛകൾ ജീവിതത്തിൽ വന്നിട്ട് ഹിപ്പികൾ ഇന്ന് മനുഷ്യന്റെ എല്ലാം മുടി വളർത്തി, ആണും പെണ്ണിനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യൻ തലമുടികൾ വളർത്തിക്കഴിഞ്ഞു. ആണും പെണ്ണും വരെ മുടി വളർത്തിയിരിക്കുക നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ ആണുങ്ങളുടെ വസ്ത്രം അല്ലെങ്കിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്നു, സ്ത്രീകളുടെ വസ്ത്രം പുരുഷന്മാർ ഉപയോഗിക്കുന്നു. ആണും പെണ്ണും മുടി വളർത്തുന്നു. ആണേതാ പെണ്ണേതാന്ന് തിരിച്ചറിയാൻ കഴിയാതെ അവരുടെ മനസ്സും മാംസവും ആഗ്രഹിക്കുന്നത് ചെയ്തുകൊണ്ട് അവർ ഇരുളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാ അല്ലെങ്കിൽ ഇന്നത്തെ ജനം. അപ്പൊ ഒന്നാമത്തെ കൂട്ടർ എന്താണ്? ഈ ലോകത്തിന്റെ ഉല്ലാസമോഹങ്ങളിൽ. രണ്ടാമത്തെ കൂട്ടർ എന്താണ്? സംസ്കാരങ്ങളെ നോക്കി പോകുന്നു. മൂന്നാമത്തെ കൂട്ടർ എന്താണ്? അശ്ലീലങ്ങളെ ലക്ഷ്യമാക്കി പോകുന്നു. നാലാമത്തെ കൂട്ടർ പലവിധമായ ഇച്ഛകളിൽ അകപ്പെട്ട് ഹല്ലേലൂയ അവരുടെ ജീവിതം ഇരുളിലേക്ക് കൊണ്ടുപോകുന്നു.
അല്ലേ? അഞ്ചാമത്തെ കൂട്ടർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മദ്യത്തിനും മയക്കുമരുന്നിനും പാനശാലകൾക്കും ലഹരി പദാർത്ഥങ്ങൾക്കും അകപ്പെട്ട് കൂട്ടുകെട്ടുകൾ കൂടി അതിനകത്ത് ലയിച്ചു ചേർന്ന ചില മാനസിക രോഗികളെ പോലെ മാറിയിരുന്ന് പൊട്ടിച്ചിരിക്കുന്നവരെ, കരയുന്നവരെ, വിവിധ വേഷം കെട്ടുന്നവരെ നമ്മൾ കണ്ടിട്ടില്ലേ? ലേരി ഒരു കൂട്ടരൊക്കെ മദ്യം അടിച്ചു കഴിഞ്ഞ് മയക്കുമരുന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചില ആളുകളെ കൊണ്ട് മാറിയിരുന്ന് ആമയും ചിലർ പൊട്ടിക്കരയും, അല്ലെങ്കിൽ ചിലരിന്ന് ചിരിക്കുവാൻ തുടങ്ങും, നിർത്തത്തില്ല. ചിലർ വലിയ ഒച്ചയിടും, ചിലര് വലിയ ദേഷ്യത്തിൽ സംസാരിക്കും. ആമയും ചിലർ വീട്ടിൽ പ്രശ്നമുണ്ടാക്കും, കലവെടുത്ത് തുടയ്ക്കും, പാത്രമെടുത്ത് തുടയ്ക്കും, ഭാര്യ അടിക്കും, അപ്പനെ അടിക്കും, അമ്മയെ അടിക്കും എന്ന് വേണ്ട സകല നികൃഷ്ടമായ ജീവിതത്തിനും ആ വ്യക്തി അടിമയായി മാറും. അല്ലേ? എന്തുകൊണ്ടാണ്? ഈ ലോകത്തിന്റെ അശ്ലീലമായതൊക്കെ നിന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട്. എന്നാൽ ഇവിടെ സാദർ സുന്ദർ സിംഗിനെ കണ്ടുപിടിക്കുക. ഹല്ലേലൂയ. സാദർ സുന്ദർ സിംഗിന്റെ ജീവിതത്തിൽ സൂര്യപ്രകാശം ശോഭ പോലെ ഉളവായി വന്നു. കിരണങ്ങൾ അവന്റെ പാർശ്വത്തു പുറപ്പെട്ടു വന്നു. അവന്റെ വല്ലഭത്വം മറഞ്ഞിരിക്കുന്ന ദൈവ സാന്നിധ്യം സുന്ദർ സിംഗ് അനുഭവിച്ചപ്പോൾ തന്നിലൂടെ ആയിരങ്ങൾ പതിനായിരങ്ങൾ ക്രിസ്തുവിനെ അറിയുവാൻ കാരണമായി. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്നിലൂടെ ഈ ലോകം യേശുവിനെ അറിയണം. നിന്നിലൂടെ ഈ ലോകം യേശുവിനെ അറിയണം. നിന്നിലൂടെ ഈ ലോകം യേശുവിനെ അറിയുവാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഇവിടെ പ്രകാശമായി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നീ പ്രകാശമായി മാറുന്നത് ഈ ഇരുളഞ്ഞ ലോകത്തിൽ നീ അനേകർക്ക് വെളിച്ചം വീശാൻ വേണ്ടിയിട്ടാണ്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് പാപിയായ മനുഷ്യ, ഹല്ലേലൂയ, സ്തോത്രം, പാപിയായ മനുഷ്യ, നീ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവേറ്റവസനമായി. കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിൽ നീ കർത്താവിനോട് കൂടി എടുക്കപ്പെടണമെങ്കിൽ, ഹല്ലേലൂയ, ദൈവരാജ്യത്തിൽ നീ പ്രവേശിക്കണമെങ്കിൽ ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾ വിട്ട് ആമി സൂര്യപ്രകാശം പോലെ മെലരിയ ഒരു ശോഭ നിന്റെ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ വെളിച്ചം നിന്നിലേക്ക് വരട്ടെ. രക്തം ചെയ്യും. അങ്ങനെ നീ യേശുവിന് വേണ്ടി സമർപ്പിച്ചാൽ നിന്റെ എല്ലാ കണ്ണുനീരും കർത്താവും മാറ്റും. അല്ലേ? നിന്റെ എല്ലാ സങ്കടവും കർത്താവ് മാറ്റും. നിന്റെ എല്ലാ രോഗങ്ങളും കർത്താവ് മാറ്റും. നിന്റെ എല്ലാ ദുഃഖങ്ങളും കർത്താവ് മാറ്റും. അല്ലേ? ഇന്നലകളിലെ വേദനയും മറന്ന് നിനക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്. അതിനൊരേ ഒരു കാരണം, ദൈവമക്കളോടൊപ്പം ചേർന്ന് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ ആരാധിക്കുക, ദൈവവുമായി കൂട്ടായ്മ ബന്ധം പുലർത്തുക. രക്തം ചെയ്യാം. അല്ലേ? എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, എത്ര ദിവസമായി ആരാധനയ്ക്ക് കടന്നുപോയിട്ട്, എത്ര ദിവസമായി നീ സാക്ഷ്യം പറഞ്ഞിട്ട്, എത്ര ദിവസമായി ദൈവം ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട്, എത്ര നാളായി നീ ദൈവസഭയോട് ചേർന്ന് നിന്നിട്ട് ദൈവസഭയ്ക്ക് കൈത്താങ്ങൽ കൊടുത്തിട്ട്, എത്ര നാളുകളായി നീ സുവിശേഷന്റെ ഭാഗമായിട്ട്, എത്ര കാലമായി യേശുവിനെ കുറിച്ച് നീ മറ്റൊരാൾ പറഞ്ഞിട്ട് എത്രയോ കാലമായി നിന്റെ നാവിന് കടിഞ്ഞാണിട്ട് വെച്ചിരിക്കുന്ന പിശാചിന്റെ നാവിനെ അടച്ചു കളഞ്ഞില്ലേ? ആമേൻ. നിനക്ക് ചുറ്റിലേക്ക് നോക്ക്, നിന്റെ കൺമുമ്പിലേക്ക് നോക്ക്. ആയിരങ്ങൾ പതിനായിരങ്ങൾ തീച്ചൂളയ്ക്കകത്ത് എരിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുക, പാപമാകുന്ന തീച്ചൂളയ്ക്കകത്ത് എരിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുക. അതിന്റെ നടുവിൽ നിന്നെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നത് ആമി ചിലരേക്ക് തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. രക്തം ചെയ്യാം. അല്ലേരി, ചിലരേക്ക് തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ ഉള്ളിൽ യേശുക്രിസ്തുവാകുന്ന വെളിച്ചം തന്നത്. അല്ലേരി, നീ ദൈവത്തിലേക്ക് മടങ്ങി വരണം. അല്ലേരി, വളരെ സമ്പന്നനായ ഒരാൾക്ക് പെട്ടെന്ന് തന്റെ തൊഴിൽ വൻ നഷ്ടം ഏർപ്പെട്ടു, കടബാധിതരായി. എങ്കിലും അവൻ കർത്താവിലേക്ക് നോക്കിയില്ല. സ്വജ്ഞാനത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ സകലവും നഷ്ടപ്പെട്ട ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിഞ്ഞു. അല്ലേരി, ഒരു വലിയ കച്ചവടക്കാരൻ. അല്ലേരി, അവന്റെ ബിസിനസ്സിൽ ഒരു വലിയ നഷ്ടം വന്നു. അവനാകെപ്പാടെ കഷ്ടത്തിലായി, കണ്ണതിലായി, ദുഃഖത്തിലായി. അവൻ ദൈവത്തിരിങ്കയിലേക്ക് നോക്കാതെ അവൻ സ്വന്തം ജ്ഞാനത്തിലും സ്വന്തം ബുദ്ധിയിലും കഴിവിലും ആശ്രയിച്ച് അവസാനം ഒരു ഭ്രാന്തനെ പോലെ അവൻ അലഞ്ഞു തിരിഞ്ഞു. എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, നിന്റെ ഏതൊരു പ്രശ്നമായിരുന്നാലും പോരാട്ടമായിരുന്നാലും നിങ്ങളുടെ കണ്ണുകൾ കർത്താവിനെ നോക്കണം. ഹല്ലേലൂയ. നീ ബിസിനസ്സിൽ പരാജയപ്പെട്ടവനാണോ? ജോലിയിൽ പരാജയപ്പെട്ടവനാണോ? കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ടവനാണോ? നീ രോഗക്കിടക്കയിലാണോ? സാമ്പത്തികമായ ഞെരുക്കമാണോ? കടബാധ്യതയാണോ? ഏതും ആകട്ടെ നിന്റെ പ്രശ്നം. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഇന്ന് പകൽ പരിശുദ്ധന്മാവ് പറയുന്നത്, അവങ്കിലേക്ക് നോക്ക്, പ്രകാശിതരായവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. ഒരു കാട്ടുകൊള്ളക്കാരൻ വലിയ നരഭോജി ആമി സാദർ സുന്ദർ സിംഗിന് മുമ്പിൽ തലകളെ വണങ്ങിക്കൊടുത്ത് എനിക്ക് യേശുവിനെ വേണമെന്ന്
പറയുവാൻ കാരണമായെങ്കിൽ, ഇന്ന് പകൽ നിന്നിൽ യേശു വസിക്കുന്നുണ്ടെങ്കിൽ, നിന്നിൽ യേശു ഉണ്ടെങ്കിൽ നീ നിരാശപ്പെട്ടു പോകേണ്ടി വരത്തില്ല. നിന്നിലൂടെ ആയിരങ്ങളെ പതിനായിരങ്ങളെ പുറത്തെടുക്കുന്ന ഒരു മഹത്വമേറിയ ശുശ്രൂഷ ദൈവത്തിന്റെ മേൽ പകരാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലിൽ നിന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് അല്ലേലൂയ. യേശു നിനക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അല്ലേ, യേശു നിനക്ക് വേണ്ടിയാ ജീവിക്കുന്നത്, നിനക്ക് വേണ്ടി മാത്രം. അല്ലേലൂയ, രക്തം ചെയ്യും. ആമീൻ. നമ്മളൊക്കെ പറയും യേശു നമുക്ക് വേണ്ടിയാ ജീവിക്കുന്നതെന്ന്, യേശു ഞങ്ങൾക്ക് വേണ്ടിയാ ജീവിക്കുന്നതൊക്കെ പറയും. അങ്ങനല്ല പ്രിയ ശ്രോതാവേ, അത് നിങ്ങൾ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ പറയുന്നത് യേശു എനിക്ക് വേണ്ടിയിട്ടാ ജീവിക്കുന്നത്, യേശു എനിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, യേശു എനിക്ക് വേണ്ടിയിട്ടാണ് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥ. അത് വ്യക്തിപരമായിട്ട് പറയണം. അല്ലേ, വ്യക്തിപരമായി ഏറ്റെടുക്കണം, വ്യക്തിപരമായി നീ അത് അംഗീകരിക്കണം. അല്ലേലിയ. അങ്ങനെ യേശുവിനെ വ്യക്തിപരമായി നീ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോഴാണ്, അംഗീകരിക്കുമ്പോഴാണ് യേശുവിന്റെ മുഴുവൻ സ്നേഹവും നിന്നിലേക്ക് കടന്നു വരുന്നത്. അല്ലേലു. എന്ന് പകരം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ട് അപ്പം നിങ്ങളുടെ കണ്ണുകൾ കർത്താവിലേക്ക് നോക്കട്ടെ. അപ്പം നിങ്ങൾ പ്രകാശിക്കുവാൻ തുടങ്ങും. നിങ്ങളുടെ കണ്ണുകൾ കർത്താവിലേക്ക് നോക്കുമ്പോൾ കർത്താവ് നിങ്ങളെ കാണും. അല്ലേലൂയ. കർത്താവ് നിങ്ങളെ കാണുമ്പോൾ എന്ത് ചെയ്യും? സൂര്യപ്രകാശം പോലെ ഒരു ശോഭ നിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരും. അല്ലേലൂയ. അതെ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആമീൻ. കൽദയപട്ടണമായിരുന്ന ഊരിൽ ഇരുളടഞ്ഞ ജീവിതത്തിൽ കിടന്ന, ഇരുണ്ട ജീവിതത്തിൽ കിടന്ന അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് ഹല്ലേലൂയ സൂര്യപ്രകാശം പോലെ ശോഭ ഉളവായി വന്നപ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിലുണ്ടായ പ്രകാശമാണ് ഇന്ന് നാം ഓരോരുത്തരും അനുഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയുവാൻ കഴിയും, അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെ ദൈവം, അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെ യോസേപ്പിന്റെ ദൈവം എന്റെ ദൈവമാണെന്ന് നമുക്ക് ധൈര്യത്തോടെ വിളിച്ചു പറയുവാൻ കഴിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ സ്തോത്രം, യെഹെസ്കേൽ പ്രവാചകൻ ഹല്ലേലൂയ ഒരു ദർശനം കണ്ടു. ഹല്ലേലൂയ. വിവരിക്കുന്ന സമയമില്ല, ഞാൻ ഭാഗം വായിച്ച് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, അതിന്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന ബില്ലിന്റെ കാഴ്ച പോലെയായിരുന്നു. യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത്. അത് കണ്ടിട്ട് ഞാൻ കവിണ്ണു വീണു. സംസാരിക്കുന്ന ഒരുത്തന്റെ ശബ്ദവും ഞാൻ കേട്ടു. ഈ ഭാഗം ഒരുപാട് വിവരിക്കുവാനുണ്ട്. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് അത് മറ്റൊരു ദിവസം പറയാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും ഞാൻ ആ ഭാഗം നിർത്തുകയാണ്. ബാബേലിലെ കേബാർ നദീതീരത്ത് വെച്ച് യെഹെസ്കേലുണ്ടായ ഒരു ദർശനമാണ്. യെഹെസ്കേലിന്റെ പുസ്തകം വലിയ 1-14-28 വരെ യെഹെസ്കേൽ കണ്ട മഹനീയമായ ദർശനം. അത് ഇന്ന് പകൽ നീ ഒരു ദർശനം കാണുവാൻ കഴിയണം. യെഹെസ്കേലിനെ പോലെ ദർശനം ഉണ്ടായിരിക്കണം നിനക്ക്. ഹബക്കൂക്ക് പ്രവാചകനെ പോലെ ദർശനം നിനക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആ ദർശനം പ്രാപിച്ചുകൊണ്ട് സൂര്യന്റെ ശോഭ പോലെ, സൂര്യപ്രകാശം പോലെ ഒരു ശോഭ നിന്നിലേക്ക് ഉളവായി വന്ന് നീ ദേശത്ത് കർത്താവിന് വേണ്ടി മഹത്വമേറി വേല ചെയ്യണം. ഹല്ലേലൂയ. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. കണ്ണുകൾ അടച്ചാട്ട് എന്നോടൊപ്പം ചേർത്ത് ഇങ്ങനെ പറയാമോ? കർത്താവേ, ഒരു പ്രകാശം അവരുടെ സൂര്യപ്രകാശം, സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വരുന്നേ, അതെന്റെ ജീവിതത്തിലേക്ക് വരണമേ. ആ സുന്ദരന്റെ ജീവിതത്തിൽ ആ സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വന്നപ്പോൾ അദ്ദേഹത്തിലൂടെ ആയിരങ്ങളെ പതിനായിരങ്ങളെ കർത്താവിലേക്ക് നേടിയതുപോലെയാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ ഈ ശോഭമായി വന്നപ്പോൾ അബ്രഹാമിലൂടെ വലിയൊരു കൂട്ടം ജനത്തെ പുറത്തെടുത്തതുപോലെ കർത്താവ് എന്റെ ഉള്ളിലേക്ക് ആ പ്രകാശത്തെ അയക്കണമേ. അങ്ങയുടെ പ്രകാശത്തിൽ ജീവിക്കുവാൻ, അങ്ങയുടെ പ്രകാശത്തിൽ വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ കുടുംബത്തിന്റെ എന്റെ തലമുറ അല്ലയ്യ ജീവിതത്തിന്റെ അന്ധകാരത്തെ നീക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ കർത്താവോട് പ്രാർത്ഥിച്ചാട്ട് കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ ദൈവത്തിന്റെ വചനം കേട്ടുകൊടുക്കുന്ന എല്ലാ ദൈവമക്കളുടെ കുടുംബങ്ങളെ തലമുറകളെ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കേരളത്തിൽ ഭാരത ലോക രാജ്യങ്ങളെ 200 കോടി ജനത്തെ കർത്താവേ ഞങ്ങൾ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ല, ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവർ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖല, ഗോത്ര വിഭാഗങ്ങളെ ഭരിക്കുന്നവർ എവിടെയായിരിക്കും ജനത്തെ, കരസേന, വ്യോമസേന, നാവികസേന മേധാവികൾ, ഇവിടെ കർത്താവിന്റെ നിർമ്മാണ രംഗത്തിൽ ക്രമസമാധാന
നായകരെ, അതിർത്തികൾ കാക്കുന്ന VSF, CRPF, അല്ലേരിയ ഭടന്മാരെ, അല്ലേരിയ കർത്താവെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ ഓർത്തുന്നു. ചെറുതും വലുതുമായ എല്ലാ കമ്പനികളും ഫാക്ടറികളും എല്ലാ ഖനികളിൽ ജോലി ചെയ്യുന്ന സമുദ്രത്തെ ആഴങ്ങളിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന കടലോരവാസികൾ, അല്ലെങ്കിൽ മത്സ്യബന്ധനായി കടന്നുപോയിരിക്കുന്നവരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. സഹകരണ മേഖല, പൊതുമേഖല, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, പൊതുമേഖല, കാർഷിക മേഖല, എല്ലാ മേഖലയും ജനത്തെ ക്ഷീരമേഖലയായിരിക്കുന്നവരെ ഓർക്കുന്ന കർത്താവി, അല്ലെങ്കിൽ ദേശത്തും വിദേശത്തും ജോലിക്കായി കടന്നവർ, ജോലി ചെയ്യുന്നവർ, കഷ്ടത അനുഭവിക്കുന്നവരെ ഓർത്ത് രോഗികളായി കിടക്കുന്നവർ, സ്വാമിയല്ലേ പാപത്തിന് ശാപത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ, മദ്യത്തിനും മയക്കും അടിമകളായിരിക്കുന്നവർ കർത്താവിലേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മത സാമൂഹിക സംസ്കാര സംഘടനാ രംഗത്തെ ചരിത്രമാധ്യ മീഡിയ രംഗങ്ങൾ, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാരെ ദൈവരങ്ങളെ ഏൽപ്പിക്കും. ഭരണപ്രദേശ പാർട്ടികളെ ഏൽപ്പിക്കുന്നു. ഈ ജനമെല്ലാം മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ ദൈവങ്ങളെ തീവ്രവാദികളും ഭീകരവാദികളും മാനസാന്തരപ്പെടുവാൻ, എല്ലാ വർഗീയവാദികളും മാനസാന്തരപ്പെടുവാൻ, രാഷ്ട്രങ്ങളെ താമെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ശൈശവത്തിന്, ബാല്യത്തിന്, കൗമാരി, യുവനത്തിന്, വാർദ്ധരാലും വൃദ്ധസമയാചകർ, ഓർഫനേജിൽ തടവറയിലായിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് വിദേശ രാജ്യങ്ങളും മറ്റു കർത്താവിന്റെ വിവിധ സംസ്ഥാനങ്ങളിലും കർത്താവിന്റെ വേലയുമായി കടന്നുപോയിരിക്കുന്ന ദൈവദാസിദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, തലമുറയെ എല്ലാം ദൈവം സൂക്ഷിക്കണമേ. സുവിശേഷ വിരോധികളാൽ പീഡ അനുഭവിക്കുന്ന സഭകളെല്ലാം ദൈവം സൂക്ഷിക്കണമായി പ്രാർത്ഥിക്കുന്നു. മനുഷ്യന്മാരെല്ലാം പുറത്തു വരുവാൻ അവർക്കെല്ലാം കർത്താവിൽ ആമെ ഗവൺമെന്റ് വിടുതൽ കൊടുക്കണമായി പ്രാർത്ഥിക്കുന്നു. സുവിശേഷ മുഖാന്തരം ആരും ലജ്ജിക്കപ്പെട്ടു പോകരുത്. കർത്താവ് ഈ എല്ലാ ജനത്തിന്റെ ഉള്ളിലേക്കും ആമെ സൂര്യപ്രകാശം പോലെ ശോഭ ഉളവായി വന്ന് മനുഷ്യന്റെ പാപങ്ങളെ മാറ്റി പാപത്തിന്റെ വിടുതൽ പ്രാപിച്ച് ക്രിസ്തുവിൽ പ്രകാശമുള്ളവരായി തീരുവാൻ ഈ ജനത്തെ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.